തൃശ്ശൂർ പൂരത്തിൻ്റെ തിരുവമ്പാടിക്കാരുടെ വെടിക്കെട്ട് ശാല ഇന്നലെ പൊട്ടിത്തെറിച്ചു. കേരളത്തെ ഞടുക്കിക്കളഞ്ഞു. അത് തിരുവമ്പാടിയുടെ വെടിക്കെട്ടിനുള്ള സാമഗ്രികൾ മുണ്ടത്തിക്കാട് എന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു വയലിൻ്റെ നടുക്കുള്ള ഒരു 2-3 ഏക്കർ വരുന്ന സ്ഥലത്ത്, അവിടെ വീടുകളൊന്നുമില്ല, അവിടെയാണ് വെടിക്കെട്ട് സാമഗ്രികൾ ഒരുക്കിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 3:30 മണിക്ക് അവിടെ പൊട്ടിത്തെറിയുണ്ടായി. 3:20 ആദ്യത്തെ ഒരു വെടിശബ്ദം കേൾക്കുന്നത്. തുടർച്ചയായ വെടിശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അതെല്ലാം നമ്മൾ ചാനലിൽ കൂടെ എല്ലാം കണ്ടുകൊണ്ടിരുന്നു. അന്തരീക്ഷത്തിലേക്ക് പുകച്ചുരുളുകൾ ഉയർന്ന ഇത് ബോംബ് വീഴുന്ന പോലെ നമ്മൾ കണ്ടു. അത് ഏകദേശം 6-6:30 വരെ ആ വെടിമരുന്നുകൾ പൊട്ടിത്തെറിച്ചു കൊണ്ടിരുന്നു. അവിടെ നിന്ന് പലരും ഓടി രക്ഷപ്പെട്ടു. എങ്കിലും വളരെയധികം ആൾക്കാർ മരണപ്പെട്ടു. 15 പേര് മരിച്ചതായി സ്ഥിരീകരിച്ചു. അതിൽ 9 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 6 മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ബന്ധുക്കൾക്ക് കൈമാറി. തൃശ്ശൂരിലെ മുണ്ടത്തിക്കോട് ആ വെടിക്കെട്ട്, അതിന് സതീശൻ എന്ന് പറഞ്ഞൊരു കോൺട്രാക്ടറായിരുന്നു അത് ഏറ്റെടുത്തിരുന്നത്. ഏകദേശം 2000 കിലോ വെടിമരുന്ന് നിറയ്ക്കാനായിട്ട് അവിടെ കൂട്ടിയിട്ടിരുന്നു. അത് ഓരോരോ കതിനയും ഗുണ്ടും പടക്കങ്ങളും മാലപ്പടക്കവും അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ആ കരിമരുന്ന് അവിടെ നിറച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് പലരും കൊല്ലപ്പെട്ടത്. 40 പേർക്ക് അവിടെ ഉച്ചയ്ക്ക് ആഹാരം എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 40 പേര് അവിടെയുണ്ട്. അത് സൂപ്പർവൈസർ സതീശനും അവിടെയുണ്ട്. അപ്പോൾ 41 പേര് ഉണ്ടാകാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ DGP പറയണത് 34 പേരെ ആണ് അവിടെ വന്നത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും 15 പേരുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 4 പേരെ കാണാനില്ല. 13 പേര് ചികിത്സയിലുണ്ട്. അപ്പോൾ അത് കണക്കാക്കി നോക്കിയാൽ 32 പേര്. DGP പറയുന്നത് 34 എന്നാണ് കണക്ക്. പക്ഷേ 26 ശരീരഭാഗങ്ങൾ പല സ്ഥലത്തുനിന്നുമായിട്ട് കവറില്ലാതെ പ്ലാസ്റ്റിക് കവറിനാക്കി മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെ സംബന്ധിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നത്. മരണപ്പെട്ടവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി CMDRF-ൽ നിന്ന് 10 ലക്ഷം രൂപയും SDRF-ൽ നിന്ന് 4 ലക്ഷം രൂപ ഉൾപ്പെടെ 14 ലക്ഷം രൂപ കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഇതുകൂടാതെ 2 ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് കൊടുക്കാനും അവരുടെ 6 മാസത്തെ ചികിത്സയുടെ പണം സർക്കാർ വഹിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചു കഴിഞ്ഞു. കാരണം തിരുവമ്പാടിയുടെ അവരുടെ വെടിക്കെട്ടിനുള്ള കതിനകളും അവിടെയുള്ള മറ്റു പല രീതിയിൽ നിന്ന് വിസ്മയ കാഴ്ച നടത്താൻ പറ്റുന്ന അവിടുത്തെ കരിമരുന്നുകളൊക്കെ പല ഇതിനകത്ത് നിറയ്ക്കുന്ന സന്ദർഭത്തിലാണ് 3:20 അവിടെ തിരിക്കാണ് ആദ്യം തീ കത്തിയെന്നാണ് പറയുന്നത്. അവിടെ സുമിത്ര വത്സല എന്ന് പറഞ്ഞ 2 പേര് സഹോദരിമാർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടവരുണ്ട്. മറ്റൊരാൾ അത് കണ്ടു. അത് വിൽസൺ എന്ന് പറഞ്ഞ ഒരാൾ, അയാളുടെ അടുത്തായിരുന്നു ഒരു തീകോളം പോലെ ആദ്യം കണ്ടത്. അത് വെടിമരുന്നിനൊക്കെ കാരണം ആ തിരി ഉണ്ടാക്കുന്ന നൂലയിൽ സൾഫറും മറ്റതുമൊക്കെ പരട്ടി അത് ഉണക്കാനിടും. അവിടെയാണ് ആദ്യം തീകോളം പോലെ കണ്ടതെന്ന് പറഞ്ഞ് അത് കണ്ടപ്പം തന്നെ വിൽസൺ അവിടെ നിന്ന് ഇറങ്ങി ഓടി. വർഷങ്ങളായിട്ട് ഈ കരിമരുന്ന് പ്രയോഗത്തിനുള്ള ഇവിടുത്തെ ജോലികൾ ചെയ്യുന്ന ഒരാളാണ് വിൽസൺ. അങ്ങനെ ചെയ്യുന്നവരാണ് സുഭദ്രയും വത്സലയും. അവരെ കൂടെ അവർ 2 പേരും ഓടി രക്ഷപ്പെട്ടു. അവർ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഇത് നിറച്ചുകൊണ്ടിരുന്നത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന വിനീത 15% പൊള്ളലേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നുണ്ട്. ഏതായാലും 26 ശരീരഭാഗങ്ങൾ DNA ചെയ്യേണ്ടിയിരിക്കുന്നു.
എത്ര പേരുടെയാണെന്ന് നമുക്കത് കണ്ടെത്താൻ സാധിക്കും. കാരണം 4 പേരെ കാണാനില്ല. 34 പേരുടെ കണക്കാണ് DGP പറയുന്നെങ്കിലും 32 കണക്കെത്തുന്നുള്ളൂ. പക്ഷെ 41 പേരുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഉച്ചയ്ക്ക് 40 പേര് ഊണ് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ ജോലിക്ക് റിസ്ക് കൂടുതലുള്ളതുകൊണ്ട്, എല്ലാവർക്കും ശമ്പളം കൂടുതലുള്ളതുകൊണ്ട് കൃത്യമായിട്ട് അവരവിടെ ഇരുന്ന് ജോലി ചെയ്ത് തീർക്കും എന്നാണ് കരുതുന്നത്. ഇതുപോലെ നമ്മളെ ഒരിക്കലും ഞെട്ടിച്ചു. അത് കൊല്ലം ജില്ലയിലെ ചവറയിലെ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം. അത് നമുക്ക് മറക്കാൻ കഴിയില്ല. നമ്മുടെ 110 സഹോദരങ്ങളാണ് അവിടെ മരിച്ചത്. അവിടെ 700 പേർക്ക് പരിക്കേറ്റിരുന്നു. ആ സംഭവം, അതിനടുത്തുള്ള ധാരാളം കെട്ടിടങ്ങൾ ആ വെടിക്കെട്ടിൻ്റെ ശക്തി കൊണ്ട്, പവർ കൊണ്ട് നിലം പൊത്തുകയുണ്ടായി. ഏകദേശം അവിടെ വളരെയധികം കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കാനുള്ള കാരണങ്ങൾ, അത് അവിടുന്ന് 1.5 കിലോമീറ്റർ അകലെ ഇതിൻ്റെ ചില വീടിൻ്റെ സാധനങ്ങൾ അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് സാധനങ്ങളൊക്കെ തെറിച്ചുപോയി വീണെന്ന് പറയുമ്പം അതിൻ്റെ പവർ എന്ത് മാത്രമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോഴത്തെ ഈ വെടിക്കെട്ട് പുര കത്തിയ സ്ഫോടനം നടന്ന മുണ്ടത്തിക്കാട് എന്ന സ്ഥലത്ത് 2000 കിലോ എക്സ്പ്ലോസീവ്സ്, സൾഫർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നെങ്കിലും 6000-ഓളം കിലോ വരും എന്നും ഒരു കണക്ക് പുറത്ത് വരുന്നുണ്ട്. കൊല്ലത്ത് ഈ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിൽ അതിൻ്റെ കുറ്റച്ചാർജ് IGP ശ്രീജിത്താണ് ഫയൽ ചെയ്തിരിക്കുന്നത്. 1417 സാക്ഷികൾ അതിനകത്തുണ്ട്. 300-ലധികം വീടുകൾക്ക് അന്നേ കേടുപാട് പറ്റി. 151 പേരുടെ പരിക്ക് ഗുരുതരമായിരുന്നു. 110 പേർ മരിക്കുകയും ചെയ്തു. 59 പ്രതികളെ പ്രതി ചേർത്ത് ക്ഷേത്ര ഭാരവാഹി ഉൾപ്പെടെ 59 പേരെ പ്രതി ചേർത്ത് കുറ്റച്ചാർജ് കൊടുത്തിട്ടുണ്ട്. അതിലെ 59 പേര് 7 പേര് ഈ കേസിൻ്റെ ട്രയൽ തുടങ്ങുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടു വരുന്നു. 37 പേർക്കെതിരായിട്ട് കൊലക്കുറ്റമാണ് അവിടെ ചാർജ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ആ രീതിയിൽ തന്നെ വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ചൂടുകൊണ്ടാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്ന് വരുന്നുണ്ടെങ്കിലും വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും ഒരു തീഗോളം പോലെ ഒരു സാധനം അവിടെ വന്ന് വീണു എന്ന് വിൽസൺ പറയുന്നുണ്ട്. എന്തായാലും കേരളത്തെ ഞടുക്കിയ 1-2 സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഏതായാലും 26 ശരീരഭാഗങ്ങൾ എത്ര പേരുടെയാണ് എന്ന് ഇന്ന് അറിയാൻ പറ്റിയേക്കും. കാരണം അവിടെ ഫോറൻസിക് വിദഗ്ധരൊക്കെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഇവിടെ തിരുവമ്പാടിയിലെ വെടിക്കെട്ടിന് 24 പൂരത്തിനുള്ള വെടിക്കെട്ടിലെ കുറ്റികളൊക്കെയാണ് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചത്. അതേസമയത്ത് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ, തിരുവമ്പാടിക്കാരുടെ വെടിക്കെട്ട് എല്ലാം പൊട്ടി അമർന്നെങ്കിലും അവിടെ അടുത്ത പൂരക്കാർ പാറമേക്കാവ് അവരുടെ പൂരത്തിനുള്ള എക്സ്പ്ലോസീവ്സ് എല്ലാം നിറച്ച് വച്ചിരിക്കുകയാണ്. പൂരത്തിന് എന്തായാലും ഈ തവണ വെടിക്കെട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം പാറമേക്കാവുകാർ ഇതുപോലെ സൂക്ഷിച്ചിരിക്കുന്ന എക്സ്പ്ലോസീവ്സ് ഗുണ്ടുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതെങ്ങനെ നശിപ്പിക്കും എന്നുള്ള വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. ഏതായാലും ആ എക്സ്പ്ലോസീവ്സിൻ്റെ എക്സ്പെർട്ടുകളെല്ലാം വന്ന് അത് എത്രയും പെട്ടെന്ന് നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അതിഭയങ്കരമായ ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ, ഉത്തരവാദിത്വം ഉള്ളവരുടെ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ടാവും. അത് പൊതുവേ നനയ്ക്കുമ്പോഴും എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് പല സ്ഥലത്തേക്കും മാറ്റിക്കൊണ്ടുപോയി എക്സ്പ്ലോഡ് ചെയ്ത് കളയേണ്ടി വരും. അതൊക്കെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏതായാലും ഈ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിൻ്റെ കൈകാര്യം ചെയ്യുന്നവർക്കും അതിൻ്റെ എക്സ്പോർട്ടിനൊക്കെ എത്രയും പെട്ടെന്ന് അത് അവിടെ നിന്ന് മാറ്റി അത് നിർവീര്യമാക്കുന്നതായിരിക്കും ഉചിതമെന്ന് കരുതുന്നു ഞാൻ. അതുപോലെ തന്നെ ഈ വർഷത്തെ പൂരം നടക്കും, ചടങ്ങുകൾ നടക്കും, പക്ഷെ വെടിക്കെട്ടുണ്ടാവില്ല. നമുക്ക് പുറ്റിങ്ങലിലെ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാരുടെ ശ്രദ്ധ വന്നതാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം. അതുപോലെ തന്നെ നാഷണൽ ലെവലിൽ ഇപ്പം ഉണ്ടായ ഒരു ശ്രദ്ധ വന്ന മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടവും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠങ്ങൾ പഠിക്കാൻ, ചെറുതും വലുതായ ധാരാളം വെടിക്കെട്ടുകൾ കേരളത്തിലെ അമ്പലത്തിൻ്റെ അവിടെ അപകടം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് പൂരത്തിൽ നിന്നെല്ലാം വെടിക്കെട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. അതിലേക്ക് അങ്ങനെ ഒരു തീരുമാനം
നാളെ ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നാളെ കളക്ടറുടെ സാന്നിധ്യത്തിൽ പൂരത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഒരു തീരുമാനം അവിടെ എടുക്കും എന്ന് കരുതുന്നുണ്ട്. അതുപോലെ മന്ത്രിസഭയും നാളെ ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കും എന്ന് തോന്നുന്നു. എന്തായാലും തീ കൊണ്ടുള്ള കളി, അല്ലെങ്കിൽ സൾഫർ കൊണ്ടുള്ള കളി, അല്ലെങ്കിൽ ഗുണ്ടുകൾ കൊണ്ടുള്ള കളി നമുക്ക് നല്ലതല്ല. വിലപ്പെട്ട പല ജീവനുകളും അപകടത്തിലേക്ക് പോകുന്നു, നഷ്ടപ്പെടുന്നു. മാത്രമല്ല, ശരീരഭാഗങ്ങളൊക്കെ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പൊട്ടിത്തെറി അത്ര വലിയ ആഘാതത്തോടെ ഉള്ളതാണ് എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇതേ രീതിയിലുള്ള നമുക്ക് അന്തരീക്ഷത്തിൽ നയനാനന്ദകരമായ കാഴ്ചകളൊക്കെ നമ്മൾ കാണാൻ വെമ്പപ്പെടുന്നവരാണ് കേരളത്തിലെ ജനങ്ങളെല്ലാവരും പൂരത്തെ ഇഷ്ടപ്പെടുന്നതായിക്കോട്ടെ. പക്ഷേ ഇത് നമുക്കൊരു തീക്കളി ആയതുകൊണ്ട് ഇതിന് ഇതുപോലെയുള്ള വെടിക്കെട്ടിൽ നിന്ന് അമ്പലവും പള്ളികളും എല്ലാ സ്ഥലങ്ങളും ഓണാഘോഷത്തിലായാലും ശരി, എന്താഘോഷത്തിലായാലും ഇത് വേണ്ട. പലർക്കും അപകടങ്ങൾ വ്യക്തിപരമായിട്ട് പല വീടുകളിൽ കണ്ണ് നഷ്ടപ്പെട്ടവരും കൈ നഷ്ടപ്പെട്ടവരും കാല് നഷ്ടപ്പെട്ടവരും ഒക്കെ ഉണ്ട്. നമ്മൾ പാഠം ഉൾക്കൊള്ളണം, കൃത്യമായി ഇത് നിരോധിക്കണം. നമുക്ക് അങ്ങനെയുള്ള നടപടിയിലേക്ക് സർക്കാരും പൊതുജനങ്ങളും നേതാക്കന്മാരും അമ്പല ഭാരവാഹികളും പള്ളിയിലെ ഭാരവാഹികളൊക്കെ വരും എന്ന് ഞാൻ കരുതുന്നു.